ഈ 4 ക്യാരക്ടേഴ്സ് നമുക്ക് അറിയാവുന്ന ക്യാരക്ടേഴ്സ്. ഇപ്പം അരുൺ അജികുമാർ ചെയ്ത നകുൽ എന്ന് പറയുന്ന ക്യാരക്ടർ ആക്ച്വലി അവന്റെ പേര് നകുൽ എന്നാണ്. എന്റെ സ്കൂളിലും കോളേജിലും ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഈ നകുൽ ആദ്യത്തെ സീനിലൊക്കെ വന്ന് പറയുന്ന ഡയലോഗും ഈ ഒറിജിനൽ നകുൽ എന്നോട് പറഞ്ഞിട്ടുള്ള ഡയലോഗ് ആ ഡെസ്കിലൊക്കെ ഇരിക്കുമ്പോൾ പറയുന്നത്. ഞാനും ബ്രേക്കപ്പ് ആയിരുന്ന സമയത്ത് നകുൽ എന്നോട് വന്ന് പറഞ്ഞ ഡയലോഗ്സ് അതുപോലെ എടുത്ത് വെച്ചതാ. പക്ഷെ നകുലിന്റെ ക്യാരക്ടർ ത്രൂ ഔട്ട് ദ മൂവി പിന്നെ ഇവോൾവ് ആവുമായിരുന്നു. നമ്മൾ റിട്ടേൺ ക്യാരക്ടർ ഭയങ്കര മെച്ചൂർ ആണെങ്കിലും അരുൺ അജികുമാർ വന്നിട്ട് അവന് കുറെ സാധനങ്ങൾ ഇടാനുണ്ട് എന്ന് കണ്ടപ്പോൾ നൈസായിട്ട് ക്യാരക്ടർ ട്വീക്ക് ചെയ്തായിരുന്നു ഓൺ സെറ്റ്. അത് വല്ലാണ്ട് അടിച്ചിട്ടില്ല. പിന്നെ ഇവൻ പറഞ്ഞ പോലെ തന്നെ ഒറ്റ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 4 പേർക്കും ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ എല്ലാവരും ഇൻഡിവിജ്വലി ബുദ്ധിമാന്മാരാണ്, പക്ഷെ ഒരുമിച്ച് വന്നാൽ മണ്ടന്മാരായി പോകും. അങ്ങനത്തെ ഒരു പരിപാടിയാണ് പിടിച്ചേക്കുന്നത്. പിന്നെ ജിതിൻ എന്ന് പറയുന്ന ക്യാരക്ടർ എന്റെയും ഇവന്റെയും മിക്സ് ആണ്. അപ്പോ ചില സമയങ്ങളിൽ ഇവന്റെ സ്വഭാവം കാണിക്കും, ചില സമയങ്ങളിൽ എന്റെ സ്വഭാവം കാണിക്കും. അങ്ങനെ ഇന്റർസ്പോസ് ചെയ്ത് ഉണ്ടാക്കിയ ക്യാരക്ടറാണ് ജിതിൻ. സാഫും ആക്ച്വലി നമ്മുടെ രണ്ടുപേരുടെയും ഷെയ്ഡ് ഉള്ള ക്യാരക്ടർ. അതായത് നമുക്ക് ഈ ക്രിപ്റ്റിക്സ് പസിൽസ് സോൾവ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷെ സാഫും അങ്ങനെ ഉണ്ടായി വന്ന ക്യാരക്ടറാണ്. പിന്നെ ഉള്ളത് അരുൺ പ്രദീപിന്റെ ക്യാരക്ടർ റംസ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി നമ്മുടെ കോളേജിൽ തന്നെയുള്ള 2 ആൾക്കാരുടെ അമാൽഗമേഷൻ ആണ്. അപ്പൊ എല്ലാം റിയൽ ലൈഫിൽ നിന്ന് ഇൻസ്പയർ ആയി വന്ന ക്യാരക്ടേഴ്സ് തന്നെയാണ്. അതെ.